ചായ ചായേ. എന്തോന്നടി ഇത്, ഇതിന് മധുരമില്ലല്ലോ. അനു കൊണ്ടുവന്ന ചായ ചുണ്ടോട് മുട്ടിച്ചതും അരവിന്ദ് മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു, അത് നിനക്ക് മധുരം കുറച്ച് മേടിച്ചതാ. നിനക്ക് വന്ന് വന്ന് ഭയങ്കര പഞ്ചാരടിയാ. അതുകൊണ്ട് നീ പഞ്ചാര കുറച്ച് ചായ കുടിച്ചാൽ മതി. എടി എടി, കൂടുതൽ കളിക്കാതെ പോയി മേടിച്ചോണ്ട് വന്നോ. കൂസലില്ലാതെ അനു പറഞ്ഞത് കേട്ടതും അരവിന്ദ് കലിപ്പോടെ തിരിച്ചു പറഞ്ഞു, എന്നെ കൊണ്ടൊന്നും വയ്യ ഇനി. അവിടുന്ന് ഇവിടെ വരെ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടാ ചായ കൊണ്ട് വന്നത്. ഇനി വേണേൽ നീ പോ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് 2 അടി തികച്ചു നടക്കാനില്ലല്ലോ. 2 പഴംപൊരി കൂടുതൽ എടുക്കാൻ വേണ്ടിയല്ലേടി നീ ആദ്യമേ ചാടിത്തുള്ളി പോയത്? ആ അതിന് തന്നാ. നിനക്ക് എന്താടാ, 2 അടി തികച്ചു നടക്കാനില്ലേ നിനക്കങ്ങ് പോയിക്കൂടെ? എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാ? നിർത്തുന്നുണ്ടോ രണ്ടും? ആ ചായ ഇങ്ങ് താ, എന്നിട്ട് ഇതങ്ങ് എടുത്തോ. എനിക്ക് മധുരം വേണ്ട. തൻ്റെ ചായ അരവിന്ദന് നീട്ടി വേണി പറഞ്ഞു, കണ്ടോ, ഞാൻ നിന്നെ കളഞ്ഞ് വേണിയെ പെങ്ങളായി എടുത്തു. ദാ പെങ്ങളെ, എൻ്റെ പഴംപൊരി കൂടി പെങ്ങളെടുത്തു. അവൻ്റെ ചായ നീക്കി വേണിക്ക് മുൻപിലേക്ക് വെച്ച് ഒരു പഴംപൊരി വേണിക്ക് നേരെ നീട്ടിക്കൊണ്ട് അരവിന്ദ് പറഞ്ഞു, അയ്യോടാ, ഭയങ്കര സ്നേഹമായി പോയി. നിനക്ക് പഴംപൊരി ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ലേ? അത്രയ്ക്ക് സ്നേഹമാണേൽ നിന്റെ കയ്യിലുള്ള പരിപ്പുവട ഒന്ന് കൊടുത്തു കാണിക്ക്. ഈ കുട്ടിപ്പിശാശ്. വേണിക്ക് പരിപ്പുവട വേണ്ടല്ലോ അല്ലേ? തൻ്റെ ഒരു കയ്യിലെ പരിപ്പുവട അല്പം പുറകിലേക്ക് നീക്കിക്കൊണ്ട് അരവിന്ദ് ചോദിച്ചു, വേണ്ട വേണ്ട. കണ്ടോ, പെങ്ങൾക്ക് ഇഷ്ടമല്ല. ഞാൻ ഒരാൾക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യാറില്ല, നിന്നെപ്പോലെയല്ല. വേണിയുടെ ചിരിയോടെയുള്ള മറുപടി കേട്ടുകൊണ്ട് അവൻ അനുവിനെ നോക്കി ചുണ്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞു, ഓ ഓ, ദേ ഭദ്രേട്ടൻ വന്നല്ലോ. എന്താടാ, എന്തു പറ്റി? അനു പറഞ്ഞത് കേട്ട് നോക്കിയപ്പോഴേക്കും തൻ്റെ അടുത്തായി വന്നിരിക്കുന്ന ഭദ്രൻ്റെ മുഖം കണ്ടുകൊണ്ട് അരവിന്ദ് സംശയത്തോടെ ചോദിച്ചു, ഒന്നുമില്ലടാ, നമുക്ക് പോകാം. നിനക്ക് ചായ വേണ്ടേ? എന്തോ കാര്യമായ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ കാര്യം തിരക്കാതെ അരവിന്ദ് ചോദിച്ചു, വേണ്ട, വാ. അതും പറഞ്ഞുകൊണ്ട് ഭദ്രൻ എഴുന്നേറ്റ് പുറകെ പരസ്പരം നോക്കിക്കൊണ്ട് എല്ലാവരും അവനു പുറകെ നടന്നിരുന്നു. നീ പറഞ്ഞ പോലെയൊന്നുമല്ല ശേഖര, ഭദ്രന് വേണിയെ ഇഷ്ടമാ. നീ പറഞ്ഞ പോലെ കല്യാണം കഴിഞ്ഞു എന്ന് വെച്ച് അവൻ സഹിക്കുകയൊന്നുമല്ല. വേണ്ട, നീ ഒന്നും പറയണ്ട. വേണിയുടെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞപ്പോൾ ഞാൻ നീ പറഞ്ഞത് വിശ്വസിച്ചു പോയി. അതാ എനിക്ക് പറ്റിയ മണ്ടത്തരം. പണ്ട് ഭദ്രൻ നിന്നെ അടിച്ചതിൻ്റെ ചുരുക്ക് നീ ഇങ്ങനെ തീർക്കുമെന്ന് ഞാൻ ഓർത്തില്ല. നീ നന്നായി എന്ന് ഓർത്തുപോയി ഞാൻ. ഛേ. അതും പറഞ്ഞുകൊണ്ട് വിജയച്ചൻ ഫോൺ വെച്ചിരുന്നു. ഓ, ഇപ്പോൾ അവൻ വലിയ പുണ്യാളനായി. വണ്ടി എടുക്കടാ. അതുങ്ങളെല്ലാം ആ പരിസരത്ത് തന്നെയുണ്ട്. ഇപ്പോഴാകുമ്പോൾ ആ പെണ്ണുങ്ങളും ആ ചെറുക്കനുമേ ഭദ്രൻ്റെ കൂടെയുള്ളൂ. ശേഖരൻ്റെ വാക്ക് കേട്ടതും ആ ജീപ്പ് അതിവേഗം റോഡിൽ കൂടി പാഞ്ഞിരുന്നു. നിങ്ങൾ കടലിൽ ഇറങ്ങുന്നില്ലേ? ഇല്ല, നിങ്ങൾ പോയിട്ട് വാ. എന്താടാ, എന്ത് പറ്റി? ചെറിയച്ഛൻ എന്തെങ്കിലും പറഞ്ഞോ? കടലിൽ തിരകളിൽ അനുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കളിക്കുന്ന വേണിയെ നോക്കിയിരിക്കുന്ന അവൻ്റെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് അരവിന്ദ് ചോദിച്ചു. അവളെ ഇപ്പോഴും ആകാശിൻ്റെ ഓർമ്മകൾ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുവാടാ. അതങ്ങനെയല്ലേ ഭദ്ര? അങ്ങനെ മറന്നു കളയാൻ പറ്റുമോ? ദൂരേക്ക് നോക്കിയിരുന്നവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അരവിന്ദ് പറഞ്ഞു. ഇനിയും അവളെ വിഷമിപ്പിക്കണോ അരവിന്ദ? വേണം, കുറച്ചുകൂടി നീ ക്ഷമിക്കണം. ഇത്രയും നാൾ നമ്മൾ കാത്തു സൂക്ഷിച്ചതൊക്കെ ഒരു നിമിഷം കൊണ്ട് പറഞ്ഞാൽ അത് ആരുടെയൊക്കെ ജീവന് ആപത്ത് എന്ന് നിനക്കറിഞ്ഞൂടെ? തൻ്റെ കണ്ണുകളിൽ നോക്കി ചോദിക്കുന്നവൻ്റെ കണ്ണിലെ നീർത്തിളക്കം കണ്ടുകൊണ്ട് അവൻ ഗൗരവത്തോടെ ചോദിച്ചു. അറിയാം, പക്ഷേ. അയ്യോ വിട് ചേച്ചി. ഏട്ടാ, ഭദ്രേട്ടാ. അനുവിൻ്റെ നിലവിളിയും വേണിയുടെ കരച്ചിലുമാണ് സംസാരിച്ചു കൊണ്ടിരുന്ന ഭദ്രൻ്റെയും അരവിന്ദൻ്റെയും നോട്ടം അങ്ങോട്ടേക്ക് എത്തിച്ചത്. ഡാ, വിടടാ അവളെ. ശേഖരൻ്റെ കൈപ്പിടിയിൽ കിടന്ന് കുതിർന്ന വേണിയെ കാണെ ദേഷ്യത്തോടെ അങ്ങോട്ടേക്ക് ഓടി വന്നവൻ അവളുടെ കഴുത്തിൽ വെച്ചിരിക്കുന്ന കത്തി കണ്ടുകൊണ്ട് അവർക്ക് കുറച്ചകലെ നിന്നുകൊണ്ട് പറഞ്ഞു. അതെന്ത് വർത്തമാനാ ഭദ്ര? നമ്മൾ തമ്മിൽ കുറച്ച് കണക്കൊക്കെ ഇല്ലേ? കുറച്ച് നാൾ ഭ്രാന്തെന്ന് പറഞ്ഞ് നീ വീട്ടിൽ അടയിരുന്നത് കൊണ്ട് അതൊക്കെ പെൻഡിങ്ങിലല്ലായിരുന്നോ? അതങ്ങ് തീർത്തിട്ട് വിട്ടാൽ പോരെ ഇവളെ? ആണുങ്ങളോട് നേരിട്ട് കളിക്കടാ നാറി നീ. അതിൽ ഒരു ത്രില്ലില്ല അരവിന്ദൻ കുഞ്ഞേ. ദേഷ്യത്തോടെ ശേഖരൻ്റെ അടുത്തേക്ക് പോകാൻ തുനിയുന്ന അരവിന്ദൻ്റെ മുന്നിൽ കൈകൾ കൊണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്ന ഭദ്രനെ ഒന്ന് നോക്കി ഒരു പൊട്ടിച്ചിരിയോടെ ശേഖരൻ അരവിന്ദനോട് പറഞ്ഞു. ഭദ്രേട്ടാ, വിടടാ എന്നെ. ഹ, അടങ്ങി നിൽക്ക് വേണിമോളെ. എന്നെ കൊണ്ട് ഇപ്പോൾ തന്നെ എന്തെങ്കിലും നീ ചെയ്യിക്കരുത്. നീ കേട്ടോ ഭദ്ര,
നിന്നോടുള്ള ദേഷ്യം കൊണ്ട് മാത്രമല്ല ഇവളെ ഞാൻ പിടിച്ചു വെച്ചിരിക്കുന്നത്. ഈ നിൽക്കുന്നവളെ ഞാൻ കുറേ നോട്ടമിട്ടതാ, കിട്ടിയില്ല. ഇപ്പോഴാകുമ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി. ഞാൻ നാടും വീടും അറിയാത്ത ഒരു പെണ്ണിനെ കയറി പിടിച്ചതിനല്ലേ നീ എന്നെ നാട്ടുകാർ കാണേ തല്ലിയേ? ഇപ്പോൾ നിന്റെ ഭാര്യയെ തന്നെ ഞാൻ പിടിച്ചിരിക്കുവാ. നീ എന്ത് ചെയ്യുമെന്ന് എനിക്ക് കാണണമല്ലോ. അടിച്ചൊതുക്കടാ. ഭദ്രനടുത്തേക്ക് പോകാൻ ശ്രമിക്കുന്ന അവളെ വലിച്ചുകൊണ്ട് മുന്നോട്ട് നടന്ന് ശേഖരൻ അവൻ്റെ ചുറ്റും നിന്ന ഗുണ്ടകളോട് പറഞ്ഞതും എല്ലാവരും ഭദ്രനും അരവിന്ദനും അവനോട് ചേർന്ന് പിടിച്ച് കരയുന്ന അനുവിനും ചുറ്റുമായി നിന്നിരുന്നു. നീ അനുവിനെയും കൊണ്ട് അങ്ങോട്ട് മാറിക്കോ, ഇത് എനിക്ക് നോക്കാവുന്നതേ ഉള്ളൂ. കയ്യിലെ വാച്ചഴിച്ച് അരവിന്ദൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് ഭദ്രൻ ഗൗരവത്തോടെ പറഞ്ഞു. ദേഷ്യം കൊണ്ട് വലിഞ്ഞ മുഖവും കൊണ്ട് തനിക്കെതിരെ വരുന്ന ഓരോരുത്തരെയും നിലത്ത് വീഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോഴും അവൻ്റെ ചെവിയിൽ അകലേക്ക് അകന്നു പോകുന്ന ഭദ്രേട്ട എന്ന നിലവിളി മുഴങ്ങിക്കൊണ്ടിരുന്നു. ഭദ്ര, നീ പോ വേണിക്കരികിൽ, ബാക്കിയുള്ളവന്മാരെ ഞാൻ നോക്കിക്കോളാം. അനുവിന് നേരെ വന്നവനെ ചവിട്ടി എറിഞ്ഞുകൊണ്ട് അവളെയും കൊണ്ട് കാറിൽ ഇരുത്തി ഭദ്രനോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് അരവിന്ദൻ കാറിൻ്റെ കീ അവന് നേരെ എറിഞ്ഞു. നീ കരയാതിരിക്കാനോ, ഒന്നും ഉണ്ടാകില്ല. വേഗം കാറിൽ കയറിക്കൊണ്ട് എല്ലാവരെയും അടിച്ചു വീഴ്ത്തുന്ന അരവിന്ദനെ ഒന്ന് നോക്കിക്കൊണ്ട് കാർ എടുക്കുന്നതിനിടയിൽ ചെവിയിൽ പതിയുന്ന അനുവിൻ്റെ ഏങ്ങൽ കേട്ടുകൊണ്ട് ഇടറുന്ന സ്വരത്തിൽ അവൻ പറഞ്ഞു. അടങ്ങിയിരിക്കടി, നിനക്ക് വലിയ വീട്ടിലെ ചെക്കന്മാരെ പിടിക്കുള്ളൂ. അവൻ ഇനി വരാൻ പോകുന്നില്ല. ഞാൻ അവനടുത്തേക്ക് അയച്ചതേ ഇവിടെയൊന്നും ഉള്ളവന്മാരല്ല, പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്ത ഗുണ്ടകളാ. ഈ നാട്ടിൽ തല്ലുണ്ടാക്കി നടന്ന അവന് അവർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റിയൊന്നുമില്ല. ശരവേഗത്തിൽ റോഡിൽ കൂടി പോകുന്ന കാറിന് പുറകിൽ വേണിയെ അടക്കി പിടിച്ചുകൊണ്ട് ശേഖരൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതൊക്കെ തൻ്റെ തോന്നലാടോ, ഭദ്രേട്ടൻ വരും. തൻ്റെ അവസാനം ഭദ്രേട്ടൻ്റെ കൈകൊണ്ടായിരിക്കും. ആ അതെയോ, എന്താ ഒരു വീറും വാശിയും, കൊള്ളാം, എനിക്ക് ഇഷ്ടമായി. അതുകൊണ്ട് ആ ഇഷ്ടം നിന്നോട് കാണിച്ചിട്ട് നിന്റെ ഭദ്രേട്ടൻ്റെ അടുത്തേക്ക് ഞാനാക്കാം നിന്നെ, പരലോകത്തേക്ക്. പൊട്ടിച്ചിരിച്ചുകൊണ്ട് തന്നെ കണ്ണുകൊണ്ട് ഒഴിയുന്നവനെ കാണെ അറപ്പോടെ മുഖം തിരിച്ചുകൊണ്ട് അവൾ ദേഷ്യമടക്കി. ഇവിടെ കിടക്കടി, നിന്റെ വീറും വാശിയും ഏതുവരെ പോകുമെന്ന് എനിക്കറിയണമല്ലോ. കാടിനുള്ളിലെ ഗോഡൗണിലേക്ക് കയറ്റി നിർത്തിയ കാറിൽ നിന്ന് വേണിയെ പിടിച്ചു വലിച്ച് അകത്തേക്ക് തള്ളിക്കൊണ്ട് ശേഖരൻ പറഞ്ഞു. ഡാ, എല്ലാ എണ്ണവും ഇവളെ നോക്കിക്കോണം. ദേഹോപദ്രവമൊന്നും പാടില്ല. തൊട്ടും പിടിച്ചുമുള്ള പരിപാടിയും വേണ്ട. എനിക്ക് ആവശ്യമുള്ളതാ ഇവളെ. എത്ര നേരം ഇവൾ ഇവിടെ കിടന്നാലും ആരും തിരക്കി വരാനൊന്നും പോകുന്നില്ല. അങ്ങനെ വരേണ്ടവൻ എപ്പോഴും ചത്തുമലച്ച് കാണും. ഞാൻ അതൊന്ന് വിളിച്ച് ഉറപ്പിച്ചിട്ട് വേഗം വരാം. അതുവരെ നോക്കിക്കോണം. നിന്റെയൊക്കെ നോട്ടം കണ്ട് ഇവളുടെ തണ്ട് കുറച്ചൊന്നൊടിയട്ടെ. ചുറ്റും നിൽക്കുന്ന തടിയന്മാരുടെ നടുവിലേക്ക് അവളെ വലിച്ചിട്ട് അത്രയും പറഞ്ഞുകൊണ്ട് ശേഖരൻ അടഞ്ഞുകിടക്കുന്ന ഒരു റൂം തുറന്ന് അതിലേക്ക് കയറി അകത്തു നിന്നും കതകടച്ചു. ആരെയും മുഖമുയർത്തി നോക്കാതെ സാരിത്തുമ്പ് കൊണ്ട് പുതച്ചുകൊണ്ട് കരയില്ല എന്ന വാശിയോടെ അവൾ മൂലയിലേക്ക് പതുങ്ങിയിരുന്നു. നാണു, ഞാനാ ഭദ്രൻ. നമ്മുടെ ആളുകൾ കുറച്ച് പേരെ കൊണ്ട് ചെറിയടം ബീച്ച് വരെ പോണം. അരവിന്ദനുണ്ട് അവിടെ, അവനെ സേഫ് ആക്കണം. എത്രയും പെട്ടെന്ന് വേണം. അവിടെ അടുത്തായി നമ്മുടെ ആൾക്കാരില്ലേ, അവരോട് പറയും വേഗമാവട്ടെ. ഏട്ടാ, എവിടെ പോയി അന്വേഷിക്കും ചേച്ചിയെ? അയാൾ ഉപദ്രവിക്കില്ലേ? എനിക്ക് പേടിയാകുന്നു. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കെ വെപ്രാളത്തോടെ ഇടയ്ക്ക് ഫോണിലും റോഡിലും മാറി മാറി നോക്കുന്നവനെ കാണെ അനു കരച്ചിലടക്കിക്കൊണ്ട് ചോദിച്ചു. വേണിക്ക് ഒന്നും പറ്റില്ല. എൻ്റെ കുട്ടി സമാധാനമായി ഇരിക്കെ. ഇപ്പോൾ ഇവിടെ നടന്നതൊന്നും തന്നെ വീട്ടിൽ അറിയിക്കേണ്ട. എല്ലാവരും വിഷമിക്കും. ഇപ്പോൾ മോള് അനൂപിൻ്റെ കൂടെ പോയിക്കോ. ഞാൻ അവനെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അവൻ ഇപ്പോൾ വരും. ഏട്ടൻ വേണിയേച്ചിയെ കൂട്ടി പെട്ടെന്ന് തന്നെ വരാം. കാറ് റോഡിനരികെ നിർത്തിക്കൊണ്ട് ഭദ്രൻ അനുവിൻ്റെ മുഖത്ത് നോക്കാതെ റോഡിനു ചുറ്റും കണ്ണുകൾ പായിച്ചുകൊണ്ട് പറഞ്ഞു. അനൂപേ, അനുവിനെ വീട്ടിലേക്കാക്കിയേക്ക്. സൂക്ഷിച്ചു പോണം. റോഡിന് മറുവശത്ത് കാറിൽ നിന്നും ഇറങ്ങി തൻ്റെ അടുത്തേക്ക് വേഗത്തിൽ വരുന്ന അനൂപിനെ നോക്കി ഭദ്രൻ പറഞ്ഞു. ഞാനും വരാ ഭദ്രേട്ട, ഒറ്റയ്ക്ക് പോകണ്ട. വേണ്ട, നീ അനുവിനെ നോക്കിയാൽ മതി. അവളെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കേ. അവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. അനൂപിനോട് പറഞ്ഞുകൊണ്ട് കാറിന് പുറത്തിറങ്ങിയ അനുവിനെ ഒന്ന് നോക്കി അവൻ കാറ് മുന്നോട്ടേക്ക് എടുത്തിരുന്നു. ഒന്നുമില്ലടോ, താൻ വാ. ആ പോയിരിക്കുന്നത് ഭദ്രനാ. അവൻ ജയിച്ചേ വരൂ. അകന്നു പോകുന്ന ഭദ്രൻ്റെ കാറ് നോക്കി കണ്ണു തുടയ്ക്കുന്നവളെ ചേർത്ത് പിടിച്ച് തൻ്റെ കാറിനടുത്തേക്ക് നടന്നുകൊണ്ട് അനൂപ് പറഞ്ഞു. അവൻ്റെ ഫോൺ നമ്പർ ട്രേസ് ചെയ്യാൻ നോക്ക്. ലൊക്കേഷൻ നോക്കി എത്രയും പെട്ടെന്ന് എനിക്ക് അയക്കണം. ഇവിടെ അടുത്ത് അവൻ്റെ എന്തെങ്കിലും വീടോ പ്രോപ്പർട്ടീസോ അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് അന്വേഷിക്കണം. എത്രയും പെട്ടെന്ന് വേണം.
നാണു, നീ അവിടെ എത്തിയോ? എന്തായി? ശരി, അരവിന്ദ് സേഫായ സ്ഥിതിക്ക് ആ വീണ് കിടക്കുന്ന അവന്മാർക്ക് ആർക്കെങ്കിലും ബോധമുണ്ടെങ്കിൽ അവരെ പിടിച്ചൊന്ന് ചോദിക്ക് ശേഖരൻ്റെ സംഗീതം അറിയാമോന്ന്. അവർക്കറിയാവുന്ന എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. പലയിടങ്ങളിൽ ഫോണിൽ വിളിച്ച് അന്വേഷണം ഏൽപ്പിച്ചുകൊണ്ട് അവൻ സ്റ്റീറിങ്ങിലേക്ക് തലവെച്ച് എന്തിനു ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചിരിക്കെ ഫോൺ ബെല്ലടിച്ചു. എന്താണ് നാണു? അതിൽ ഒരുത്തനെ ഒന്ന് കുടഞ്ഞപ്പോൾ അവൻ അറിയാവുന്ന ഒരു സ്ഥലം പറഞ്ഞിട്ടുണ്ട് തമ്പുരാനെ. ആ ഒഴിഞ്ഞു കിടക്കുന്ന സ്റ്റീൽ ഗോഡൗൺ ഇല്ലേ, അവിടെയാ പറയുന്നത്. ഇവരുടെ പണമിടപാട് അവിടെ വെച്ചാണ് നടന്നത് എന്ന്. കൊണ്ടുപോയത് അങ്ങോട്ടായിരിക്കുമോ എന്ന് അറിയില്ലാത്രേ. നീ ഒന്നുകൂടെ കുടഞ്ഞു നോക്ക്. വേറെ എന്തെങ്കിലും സൂചന കിട്ടുവാണെങ്കിൽ എന്നെ അറിയിക്ക്. കാർ വെപ്രാളത്തോടെ മുന്നോട്ടേക്കെടുത്ത് അവൻ കോൾ കട്ട് ചെയ്തു. സാർ, ഫോൺ ലൊക്കേഷനും അയാളുടെ പ്രോപ്പർട്ടീസും നോക്കിയപ്പോൾ സാറ് നിൽക്കുന്ന സ്ഥലത്തിനടുത്തായി ഒരു സ്റ്റീൽ ഗോഡൗണിൽ ആളുണ്ടാകാൻ സാധ്യതയുണ്ട് സാർ. വണ്ടി മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത ഫോൺ കോളും അവന് വന്നിരുന്നു. ഷേ, ഇവന്മാരെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവനെ, ആ ഭദ്രനെ കുറച്ച് കാണരുതായിരുന്നു. അവന്മാർ ഭദ്രൻ്റെ പിടിയിലായാൽ ഈ സ്ഥലം അറിയാനുള്ള സാധ്യതയുണ്ടല്ലോ. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറണം. അവൻ ഇങ്ങ് എത്തിയാൽ പിന്നെ ഇവിടെയുള്ളവന്മാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. റൂമിൽ ടെൻഷനോടെ തലങ്ങും വിലങ്ങും നടന്നുകൊണ്ട് ഫോൺ പല ആവർത്തി വിളിച്ചു നോക്കിയിട്ടും ഫോൺ എടുക്കുകയോ തിരിച്ചു വിളിക്കുകയോ ചെയ്യാത്തവരെ ഓർക്കെ മനസ്സിലെന്തോ ഉറപ്പിച്ച പോലെ ശേഖരൻ മുറിക്ക് പുറത്തേക്കിറങ്ങി. ആ ഗർവിനൊന്നും ഒരു കുറവുമില്ലല്ലോ. അവൻ വരുമെന്ന് ഉറപ്പിച്ചിരിക്കുന്നത് കൊണ്ടാകും അല്ലേ? എങ്കിൽ അതങ്ങ് മാറ്റിയേരെ വേണിമോളെ. അവനിനി തിരിച്ചു വരാനൊന്നും പോകുന്നില്ല. അവൻ ആ കടപ്പുറത്ത് ചത്തുമലച്ച് കിടപ്പുണ്ട് എന്ന്. ഇനി അവനെ കാത്തിരുന്ന് മുഷിയേണ്ട. ഇനി ആരും വരാൻ പോകുന്നില്ല നിന്നെ രക്ഷിക്കാൻ. എൻ്റെ കയ്യിൽ കിടന്ന് പിടയാൻ പോകുന്ന നിനക്ക് ഇത്രയ്ക്ക് ഗർവിൻ്റെ കാര്യമില്ല. ഭദ്രന് എന്ത് പറ്റിയെന്ന് അറിഞ്ഞില്ല എങ്കിലും ഉള്ളിലെ ആശങ്കകൾ മാറ്റിവെച്ച് മുന്നിലിരിക്കുന്നവളെ മാനസികമായി തകർക്കുക എന്ന ഉദ്ദേശത്തോടെ ശേഖരൻ വേണിക്കരികിലേക്ക് പോയിക്കൊണ്ട് പൊട്ടിച്ചിരിയോടെ പറഞ്ഞു. ഒരു മൂലയിലായി ചുരുണ്ടുകൂടി സാരി കൊണ്ട് മൂടി പുതച്ച് കലിപ്പിച്ച മുഖത്തോടെ ഇരുന്നവൾ ശേഖരൻ്റെ ശബ്ദം കേട്ടുകൊണ്ടാണ് നോട്ടം അങ്ങോട്ടേക്ക് മാറ്റിയത്. നിങ്ങൾ എന്താ പറഞ്ഞത്? ഭദ്രേട്ടന്? ഏതോ ലോകത്തിരുന്നവൾ അയാൾ പറയുന്നത് കേട്ട് ഞെട്ടിപ്പിടിഞ്ഞ് എഴുന്നേറ്റുകൊണ്ട് വിശ്വാസം വരാത്ത രീതിയിൽ പരവേശത്തോടെ ചോദിച്ചു. സത്യമാടി, നിന്റെ ഭദ്രൻ മരിച്ചോന്ന്. വിഷമിക്കേണ്ട, ഞാനുണ്ടല്ലോ നിനക്ക്. ഇനി നിന്റെ നാവുകൊണ്ട് എൻ്റെ ഭദ്രേട്ടന് എന്തേലും പറ്റിയെന്ന് പറഞ്ഞാലുണ്ടല്ലോ, നിന്നെപ്പോലത്തെ ചാവാലിപ്പട്ടികൾ കടിക്കാൻ പോയാലൊന്നും ആ മനുഷ്യന് ഒന്നും പറ്റാൻ പോകുന്നില്ല. അതിനു വേണ്ടിയല്ല എൻ്റെ ഭദ്രേട്ടൻ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്നത്. വരും എൻ്റെ ഭദ്രേട്ടൻ. ഒന്നും പറ്റില്ല എൻ്റെ ഭദ്രേട്ടന്. ശേഖരനെ പറഞ്ഞു തീർക്കാൻ സമ്മതിക്കാതെ അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചുകൊണ്ട് ദേഷ്യത്തോടെ വേണി പറഞ്ഞുകൊണ്ടിരുന്നു. നീ ഇങ്ങനെ പിടക്കുന്നതിൽ എനിക്കൊരു വിഷമവുമില്ല വേണി. നീ ഇങ്ങനെ അരികിൽ നിൽക്കുമ്പോൾ തന്നെ എന്ത് സുഖമാണെന്നറിയുമോ? നിന്റെ വീറും വാശിയും അങ്ങനെ നിന്റെ എല്ലാം എനിക്കിഷ്ടമായി. പക്ഷേ നിന്റെ ആ പദപ്രയോഗമില്ലേ, അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല വേണി. ചാവാലിപ്പട്ടി എന്ന് ആദ്യം ചിരിയോടെ പറഞ്ഞവൻ്റെ മുഖത്ത് അവസാനം പുഞ്ചിരി മാഞ്ഞ് ദേഷ്യം വന്നതും വേണിയുടെ മുഖത്തേക്ക് അവൻ്റെ കൈ ആഞ്ഞു പതിഞ്ഞിരുന്നു. പിടിച്ച് കാറിൽ കയറ്റടാ ഇവളെ. ശേഖരൻ്റെ അടിയിൽ നിലത്തേക്ക് വീണ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു പൊക്കിയെടുത്ത് അടുത്ത് നിന്നവന്മാരുടെ കയ്യിലേക്ക് തള്ളിയിട്ടുകൊണ്ട് ശേഖരൻ അമർഷത്തോടെ പറഞ്ഞുകൊണ്ട് മുന്നിൽ നടന്നിരുന്നു. വിടാനല്ലേ പറഞ്ഞേ? എൻ്റെ ഭദ്രേട്ടൻ അറിഞ്ഞാലുണ്ടല്ലോ, നിന്നെയൊന്നും ജീവനോടെ വെച്ചേക്കില്ല. അവരുടെ കയ്യിൽ കിടന്ന് പിടഞ്ഞുകൊണ്ട് കുതറി മാറാൻ ശ്രമിച്ച് വേണി പറഞ്ഞുകൊണ്ടേയിരുന്നു. അവളുടെ ഭദ്രേട്ടൻ? മിണ്ടാതിരിക്കടി, അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയതിൻ്റെ ബാക്കി കിട്ടും നിനക്ക്. പിന്നെയും ഫോൺ വിളിച്ച് കിട്ടാത്തതിൻ്റെ അരിശത്തിൽ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി താക്കീത് കൊടുത്തുകൊണ്ട് ശേഖരൻ കാറിൻ്റെ പിൻസീറ്റിലേക്ക് കയറിയിരുന്നു. ആരും ഇനി ഇവിടെ നിൽക്കണ്ട, എൻ്റെ കൂടെ വന്നാൽ മതി. നമ്മുടെ കൂടെയുള്ള ഒരാളെ അവന് കിട്ടിയാൽ തന്നെ അവന് അതൊരു കച്ചിത്തുരുമ്പാകും. മനസ്സിലായല്ലോ? തൻ്റെ അടുത്തേക്ക് വേണിയെ കൊണ്ടിട്ടവന്മാരെ നോക്കി പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങാൻ ശ്രമിക്കുന്ന വേണിയെ അടക്കി പിടിച്ച് ശേഖരൻ അത്രയും പറഞ്ഞ് വണ്ടി മുന്നോട്ടേക്ക് എടുത്തിരുന്നു.